കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ SFI നടത്തിയ സമരം അപരിഷ്കൃതമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഇതാണോ SFIയുടെ ജെൻസി സമരമെന്നും മന്ത്രി ചോദിച്ചു. സർവകലാശാല VCയുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയായിരുന്നു SFIയുടെ സമരം. സമരത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരായ പ്രതിഷേധം അപരിഷ്കൃതമെന്നായിരുന്നു മന്ത്രി റോജി എം ജോണിന്റെ പ്രതികരണം. ജെൻസി സമരരീതി കൊണ്ടുവരുമെന്ന് CPM പറഞ്ഞിരുന്നു. ഇതാണോ SFIയുടെ ജെൻസി സമരമെന്നും മന്ത്രി ചോദിച്ചു. സമരത്തിന്റെ പേരിൽ SFI വനിതാ VCയെ കയ്യേറ്റം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമര രീതിയിലേക്കാണ് ഇടതുപക്ഷം പോകുന്നത്. അവര് കാലത്തില് പുറകോട്ട് നടക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളത് അത് അവർ തന്നെ ആലോചിക്കട്ടെ, അത് എത്രത്തോളം ഭൂഷണമാണ് എന്ന്. പക്ഷേ ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത തികച്ചും അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമര രീതിയാണ് അവിടെ ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു വനിതാ വൈസ് ചാൻസലർക്ക് നേരെ അവരെ കയ്യേറ്റം ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമം പോലും, അല്ലെങ്കിൽ ആ നിലയിലേക്ക് വരെ ആ സമരം മാറുന്നു എന്ന് പറയുന്നത് ഏത് നിലയ്ക്കാണ് ഇവരൊക്കെ ജനാധിപത്യത്തെയും അല്ലെങ്കിൽ സമരരീതികളെയും സംഘടനാ പ്രവർത്തനത്തെയും ഒക്കെ നോക്കിക്കാണുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു സമരമാണ് അവിടെ ഉണ്ടായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്കൃത സർവകലാശാലയിൽ കഴിഞ്ഞ 25 ദിവസമായി സമരം നടത്തി വരികയായിരുന്നു. ഇന്നലെ സർവകലാശാല സിൻഡിക്കേറ്റ് നടക്കുന്നതിനിടെയാണ് പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയത്. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട്. SFI സമരത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. സർവകലാശാലയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന VCക്ക് കടുത്ത മനോവേദനയും മാനസിക ആഘാതവുമാണ് സൃഷ്ടിച്ചതെന്ന് കമ്മിറ്റി അംഗങ്ങൾ പരാതിയിൽ പറയുന്നു. അതേസമയം ശവസംസ്കാരമല്ല, പ്രതിഷേധത്തിലൂടെ സർവകലാശാലയിലെ വിവിധ വകുപ്പുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിക്കുകയായിരുന്നുവെന്നാണ് SFIയുടെ വിശദീകരണം. അമൃത ന്യൂസ്, കൊച്ചി.